സക്കായിയെ, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം വചനം 5. യേശു ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയേ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. പ്രിയരെ, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യന് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനുള്ള അതിയായ ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം അവനെ മുന്നോട്ട് ഓടുവാൻ പ്രേരിപ്പിച്ചു. ഓടി ഓടി വന്നപ്പോൾ 2 കാര്യങ്ങളാൽ അവന് ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. ഒന്ന്, പുരുഷാര നിമിത്തം. 2, അവൻ വളർച്ചയിൽ കുറിയവനായതുകൊണ്ട്, ഒരു കുള്ളനായതുകൊണ്ട് അവന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. 2 കാര്യങ്ങളാണ്. ഒന്നവൻ അവനെ ഒന്ന് നോക്കി, ഞാനൊരു വളർച്ചയിൽ കുറിയവനായ ഒരു കുള്ളനായ ഒരു മനുഷ്യൻ. 2, അവൻ ജനത്തെ നോക്കി. പ്രിയരെ, ഈ 2 കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ദൈവത്തെ കാണുവാൻ കഴിയാതിരിക്കുന്നത്. ഒന്ന്, നീ ജനത്തെ നോക്കുന്നു, മറ്റുള്ളവരെ നോക്കുന്നു, സഭയെ നോക്കുന്നു, ചുറ്റുപാടുകളെ നോക്കുന്നു. 2, നിന്റെ കുറവുകളെ നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സക്കായി ഈ കുറവുകളുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും യേശുവിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ മുന്നോട്ട് പോയി അവനൊരു കാട്ടത്തിയുടെ മുകളിൽ കയറി മറഞ്ഞിരിക്കുകയാണ്. യേശു ആ വഴി വരികയായിരുന്നു. പ്രിയരെ, യേശുവിനോടൊപ്പം വലിയൊരു പുരുഷാരമുണ്ട്. പുരുഷാരത്തിനിടയിൽ പാട്ട് കാണാം. പുരുഷാരത്തിനിടയിൽ സന്തോഷത്തിന്റെ ഘോഷങ്ങൾ കാണാം. എന്നാൽ യേശു അവരുടെ കൂടെയൊന്നും മടങ്ങിപ്പോയില്ല. യേശുവിനെ കാണുവാനായി കാത്തിരുന്ന സക്കായിയെ മേലോട്ട് നോക്കിയിട്ട് അവനെ നോക്കി വിളിക്കുകയാണ്, സക്കായി, വേഗം ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രിയരെ, യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, നിന്റെ കുറവുകൾ എത്ര വലുതാകട്ടെ, യേശുവിനെ കാണുവാൻ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ യേശു നിന്നെ വിളിക്കുന്നു, വേഗമിറങ്ങി വാ. സക്കായി വേഗമിറങ്ങി വന്ന് വചനം പറയുന്നു, അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ലോകം മുഴുവനും പറഞ്ഞു, അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, ഇവൻ യേശു പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന്. എന്നാൽ തിരുവചനത്തിൽ പറയുന്നു, അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അഥവാ യേശു അധികാരം കൊടുത്തു. അപ്പോൾ അങ്ങനെയെങ്കിൽ ബന്ധപ്പെട്ടിറങ്ങി യേശുവിനെ കൈക്കൊണ്ട സക്കായി ആ നിമിഷം മുതൽ ദൈവത്തിന്റെ മകനാണ്. അവൻ പാപിയല്ല. ലോകം നിന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, യേശു നിന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് കുഞ്ഞെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. യേശു നിന്റെ വീട്ടിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്നു. യേശു നിന്റെ വീട്ടിൽ വന്ന് നിന്റെ വീടിനെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ തൊട്ട് വിടുവിക്കുവാനായി ആഗ്രഹിക്കുന്നു. യേശുവിനായി നിന്റെ ജീവിതം കൊടുക്കുമോ? നിശ്ചയമായി കർത്താവ് നിന്നെ വിടുവിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.